ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ഉഭയകക്ഷി ധാരണ ലംഘിക്കുകയും തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തുർക്കി. സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ വലിയ ജനരോക്ഷമാണ് രാജ്യത്ത് ഉണ്ടായത്. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കാര്യമായ പിരിമുറുക്കം നേരിടുന്ന തുർക്കിയെ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും വ്യാപകമായിരുന്നു. ഇത് വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മറ്റ് മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ ശക്തമായിരിക്കുകയാണിപ്പോൾ. ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത അസിസ്ഗാർഡ് സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ട് മുതൽ തന്നെ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഇതിനെ നേരിടാനായി ഇന്ത്യ തന്റെ സ്വന്തം ഭൗമരാഷ്ട്രീയ പങ്കാളിത്തങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കിഴക്കൻ യൂറോപ്പിൽ ഗ്രീസ് പിന്തുണയ്ക്കുന്ന സൈപ്രസ് റിപ്പബ്ലിക്കിനെ ഇന്ത്യ സ്ഥിരമായി പിന്തുണയ്ക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത വടക്കൻ സൈപ്രസിലെ ടർക്കിഷ് റിപ്പബ്ലിക്കിന് വേണ്ടി മുറവിളി കൂട്ടുന്ന തുർക്കിയുടെയും പാകിസ്ഥാന്റെയും നിലപാടിന് വിരുദ്ധമാണിത്. സൈപ്രസിൽ ഇന്ത്യയുടേതെന്ന പോലെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് ഗ്രീസ് തിരിച്ചും പിന്തുണ നൽകിയിട്ടുണ്ട്. അടുത്തിടെ ഇന്ത്യ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ നടത്തിയ പുനഃക്രമീകരണങ്ങൾ തുർക്കിയെയും പാകിസ്ഥാനെയും ഇന്ത്യയുമായി അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയുമായും ഇന്തോ പാക് മേഖലയുമായും സഹകരണം വർദ്ധിപ്പിക്കാനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കയും പാകിസ്ഥാനിൽ നിന്ന് അകന്നു കഴിയുകയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക ഇന്തോ പാക് സ്ട്രാറ്റജിയുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഒരിക്കൽ പോലും വിഷയമായിട്ടില്ല. എന്നാൽ ഇന്ത്യ ചുരുങ്ങിയത് 5 തവണ പ്രധാന വിഷയമായി വരികയും ചെയ്തുവെന്നതും ശ്രദ്ധേയമാണ്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമായി സ്വയം കണക്കാക്കുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിർദ്ദിഷ്ട ഇന്ത്യ മധ്യപൂർവ്വദേശം യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും കടന്നു പോകുന്നത്. ഇതിന്റെ പേരിൽ ഈ പദ്ധതിയെ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗൻ ശക്തമായി വിമർശിച്ചിരുന്നു. മാത്രമല്ല, ഏഷ്യ യൂറോപ്പ് പാത പൂർത്തീകരിക്കാനുള്ള സ്വന്തം പദ്ധതി തുർക്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാന്റെ ശക്തമായ സഖ്യകക്ഷിയാണ് തുർക്കിയെങ്കിലും 2023 ഫെബ്രുവരിയിൽ തെക്കൻ തുർക്കിയിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ സഹാനുഭൂതിയുടെ മികച്ച ഉദാഹരണം പ്രകടമാക്കിയിരുന്നു. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തുർക്കി സർക്കാരിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ദൗത്യം നടപ്പാക്കിയിരുന്നു. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ആദ്യം എത്തിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. എങ്കിലും തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ അത് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ്. 2025 സാമ്പത്തിക വർഷം $284 കോടി ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. മാർബിൾ, ആപ്പിൾ, സ്വർണം, പച്ചക്കറികൾ, സിമന്റ്, നാരങ്ങ, മിനറൽ ഓയിൽ എന്നിവയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി 2023-2024 റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു. ഏകദേശം 1,60,000 ടൺ ആപ്പിളാണ് ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്തത്. തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ ആപ്പിൾ കർഷകൻ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും സമീപിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ഉഭയകക്ഷി ധാരണ ലംഘിക്കുകയും തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാര്യങ്ങൾ ഈ നിലയിലേക്ക് കൈവിട്ടുപോയാൽ തുർക്കിയുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ പോന്ന ശക്തമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ആ നിരയിൽ ഏറ്റവും മുന്നിലുള്ളതാണ് 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതും മണിക്കൂറിൽ 29,400 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ മാരകമായ അഗ്നി 5. അതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണ്. ഇരു രാജ്യങ്ങളിലെയും സായുധ സേനകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമസേന 513 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 2229 വിമാനങ്ങളുടെ ഒരു ഉയർന്ന പ്രൊഫഷണൽ സേനയാണ്.
അതേസമയം തുർക്കി വ്യോമസേന 201 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 1083 വിമാനങ്ങളുമായി പിന്നിലാണ്. സായുധ സേനയ്ക്ക് പുറമെ ബ്രഹ്മോസ്, അഗ്നിപരമ്പര പോലുള്ള മാരകമായ സൂപ്പർസോണിക് മിസൈലുകളും പക്കലുള്ള ഇന്ത്യ നടത്തിയ ഒരു സാമ്പിൾ ഓപ്പറേഷൻ കൊണ്ട് പാകിസ്ഥാന്റെ ഗതി എന്തെന്ന് ലോകം കണ്ടതാണ്. അപ്പോൾ പിന്നെ രാജ്യം അതിന്റെ സർവ്വശക്തിയും എടുത്ത് കളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ.